يا أيها الرسول بلغ ما أنزل إليك من ربك وإن لم تفعل فما بلغت رسالة والله يعصمك من الناس إن الله لا يهدي القوم الكافرين صدق الله العظيم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ടും അവൻ്റെ വിധിവിലക്കുകൾ, ഹലാൽ ഹറാമുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ടും ജീവിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ അനുസരിച്ച് ജീവിക്കുന്ന ഉത്തമ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ലോകത്ത് മുസ്ലിം സമൂഹം നേരിട്ട വളരെ പ്രധാനപ്പെട്ട 3 പ്രതിസന്ധികളുണ്ടായിരുന്നു. ഒന്ന്, ഗ്രീക്ക് തത്വശാസ്ത്രത്തിൻ്റെ അധിനിവേശമായിരുന്നു. ഹിജറ 700-കളിൽ മുസ്ലിം ലോകത്ത് ഗ്രീക്ക് തത്വശാസ്ത്രത്തിൻ്റെ അധിനിവേശമുണ്ടായി. ബുദ്ധിയാണോ പ്രധാനം, വഹിയാണോ പ്രധാനം? ഈ ചർച്ച കൊടുമ്പിരിക്കൊണ്ടു. അരിസ്റ്റോട്ടലിൻ്റെയും അതുപോലെയുള്ള തത്വചിന്തകരുടെയും ഒക്കെ പ്രവർത്തന ഫലമായി മുസ്ലിം സമൂഹത്തിലേക്ക് അതിൻ്റെ സ്വാധീനമുണ്ടായി. വഹീനേക്കാൾ പ്രധാനം ബുദ്ധിയാണ് നന്മതിന്മ തീരുമാനിക്കുക എന്ന ആശയത്തിലേക്ക് ആളുകൾ, മുസ്ലിം സമൂഹത്തിൽ നിന്ന് ആളുകൾ ചേക്കേറി. ഒരു വലിയ പ്രതിസന്ധിയായിരുന്നു. ആ പ്രതിസന്ധി അതിനെ ആ കാലഘട്ടത്തിൽ നേരിടുകയും കൈകാര്യം ചെയ്യുകയും ചെയ്ത മഹാനായ പണ്ഡിതനായിരുന്നു ഇമാം ഗസാലി റഹ്മഹുല്ല. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ഫലമായി മുസ്ലിം സമൂഹത്തെ ആ വലിയ ഫിത്നയിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും രക്ഷിച്ചെടുക്കുവാൻ സാധിച്ചു എന്ന് ചരിത്രം നമുക്ക് പഠിപ്പിച്ചിരുന്നു. രണ്ടാമത്തേത്, മുസ്ലിം സമൂഹം, മുസ്ലിം ലോകം അനുഭവിച്ച രണ്ടാമത്തെ വളരെ രൂക്ഷമായ വലിയ പ്രതിസന്ധി, അത് താർത്താരികളുടെ ആക്രമണമായിരുന്നു, അവരുടെ ക്രൂരതയായിരുന്നു. അതിനെ സംബന്ധിച്ച് പറയാൻ പോകുന്നുണ്ട്. വമ്പിച്ച പ്രയാസങ്ങൾ മുസ്ലിം ലോകത്ത് താർത്താരികൾ ഉണ്ടാക്കി. ആ പ്രതിസന്ധിയിൽ നിന്ന് പിന്നീട് മുസ്ലിം സമുദായം രക്ഷപ്പെട്ടു. അതിന്റെ ചരിത്രം വിശദീകരിക്കാൻ പോകുകയാണ്. മൂന്നാമത്തെ പ്രതിസന്ധി, മുസ്ലിം ലോകത്തുണ്ടാക്കിയ മൂന്നാമത്തെ പ്രതിസന്ധി, അത് 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലായിരുന്നു. മനുഷ്യനിർമ്മിത പ്രത്യയശാസ്ത്രങ്ങൾ മുസ്ലിം നാടുകളിലേക്ക് കടന്നു കയറി. കമ്മ്യൂണിസവും സോഷ്യലിസവും സെക്യുലറിസവും മതേതരത്വവും നിരീശ്വരവാദവും പോലുള്ള എല്ലാ തിന്മകളും മുസ്ലിം രാഷ്ട്രങ്ങളിലേക്ക് കടന്നു കയറി. മുസ്ലിം സമൂഹത്തെ അവരുടെ ദീനിൽ നിന്ന് അടർത്തിയെടുത്തു. അദ്ദീനു ലില്ലാഹ് വൽ മുൽക്കു ലിൽ ജമീഅ. മതം അത് അല്ലാഹുവിനാണ്. രാഷ്ട്രം, ദുനിയാവ്, ഭരണം, രാഷ്ട്രീയം, ഇതുപോലുള്ള സംഗതികളൊക്കെ അത് രാജാക്കന്മാർക്ക്, ഭരണാധികാരികൾക്കുള്ളതാണ്, രാഷ്ട്രത്തിനുള്ളതാണ്. ദൈവത്തിനുള്ളത് ദൈവത്തിനും, സീസറിനുള്ളത് സീസറിനും എന്ന കാഴ്ചപ്പാട് മുസ്ലിം ലോകത്ത് പ്രചരിച്ചു. അറബ് നാടുകളിലൊക്കെ മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാർ ഈ പുതിയ പുതിയ പ്രസ്ഥാനങ്ങളിലേക്ക് ചേക്കേറി. അതിന്റെ ഫലമായി അറബ് നാടുകളിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടായി. അറബ് നാടുകളിലെ ചില യൂണിവേഴ്സിറ്റികളിൽ മുസ്ലിം ചെറുപ്പക്കാർ, മുസ്ലിം വിദ്യാർത്ഥികൾ പരസ്യമായി അള്ളാഹുവിനെ കഫം പുടവയിൽ പുതച്ചുകൊണ്ട്, ഒരു മയ്യത്ത് കട്ടിലിൽ വെച്ചുകൊണ്ട് പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളുടെ കവാടങ്ങളിൽ അള്ളാഹുവിന്റെ മയ്യത്ത് നമസ്കാരം നടത്തി മുസ്ലിം സമുദായത്തിലെ വിദ്യാർത്ഥികൾ. ഏതിന്റെ ഫലമായി? ഈ പറഞ്ഞ മനുഷ്യ നിർമ്മിത പ്രത്യയശാസ്ത്രങ്ങളുടെ കടന്നുകയറ്റത്തിന്റെ ഫലമായി
ഇസ്ലാമിൽ രാഷ്ട്രം ഇല്ല, രാഷ്ട്രീയമില്ല. അത് നമസ്കാരം, അത് കുറച്ച് ദീൻ, എങ്ങനെ കൈകെട്ടണം, ഒതുണ്ടാക്കുന്നത് എങ്ങനെയാണ്, ഇങ്ങനെ മരിച്ചാൽ എങ്ങനെ മറവ് ചെയ്യണം, ഇങ്ങനെ തുടങ്ങുന്ന കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ദർശനം, പഠിപ്പിക്കുന്ന ഒരു മതമാണ് ഇസ്ലാം. ഈ കാഴ്ചപ്പാടിന് മുസ്ലിം ലോകത്ത് ചെറുപ്പക്കാർക്കിടയിൽ പ്രത്യേകിച്ചും സ്വീകാര്യത ലഭിച്ചു. അതിന്റെ ഫലമായി ഇസ്ലാം ദീനും ദുനിയാവും വേർപ്പെടുത്തിക്കളഞ്ഞു. ആ കാലഘട്ടത്തിൽ മിസ്റിലെ പ്രധാനപ്പെട്ട സ്ഥാപനമായിരുന്നു അൽ അസ്ഹർ യൂണിവേഴ്സിറ്റി. ആ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദമെടുത്ത അലി അബ്ദുർ റസാഖ് എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ അസ്ഹരി ബിരുദം നേടിയെടുത്ത വ്യക്തിയാണ്. അദ്ദേഹം ഒരു ഗ്രന്ഥം എഴുതി, 400 പേജുകളോളം വരുന്ന അറബി ഭാഷയിൽ അദ്ദേഹം ഒരു ഗ്രന്ഥം എഴുതി. ഇസ്ലാമിൽ രാഷ്ട്രീയമില്ല. ചില രാജാക്കന്മാർക്ക് വേണ്ടിയും മുസ്ലിം സ്വേച്ഛാധിപതികളായ രാജാക്കന്മാർക്ക് വേണ്ടി അദ്ദേഹം എഴുതിയതാണ് ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിന്റെ ഫലം ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്ന കേരളക്കരയിൽ പോലും ഉണ്ടായി. ഒരു കാലഘട്ടത്തിൽ 1980 മുതൽ 95 വരെയുള്ള കാലഘട്ടങ്ങളിൽ കേരളത്തിലെ മുസ്ലിം സമുദായത്തിലെ പ്രധാനപ്പെട്ട ഒരു സംഘടന കൈകാര്യം ചെയ്തത് ഇസ്ലാമിൽ രാഷ്ട്രീയമില്ല എന്നാണ്. ഈ സമൂഹത്തിലെ ഈ വിഭാഗത്തിലെ പ്രധാനപ്പെട്ട ഒരു പണ്ഡിതൻ, അദ്ദേഹം മരണപ്പെട്ടു പോയി, അല്ലാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാവട്ടെ. ആ പണ്ഡിതൻ പറഞ്ഞു, ഇസ്ലാമിൽ രാഷ്ട്രീയമില്ല, ഇസ്ലാമിൽ ഭരണമില്ല, ഇസ്ലാമിൽ രാഷ്ട്രം അങ്ങനെ സംഗതിയില്ല. ഇസ്ലാമിൽ പരിശുദ്ധ ഖുർആനിൽ ഉള്ളത് കൂടുതലും മരണത്തെക്കുറിച്ചുള്ള പരാമർശമാണ്, പരലോകത്തെക്കുറിച്ചുള്ള പരാമർശമാണ്, നമസ്കാരത്തെക്കുറിച്ചുള്ള പരാമർശമാണ്. ഖുർആനിൽ രാഷ്ട്രവും രാഷ്ട്രീയവും അതുപോലുള്ള സംഗതികളൊന്നും ഖുർആനിൽ ഇല്ല. എന്നിട്ട് അദ്ദേഹം ജനങ്ങളുടെ ശ്രദ്ധ കിട്ടുവാൻ വേണ്ടി ഇസ്ലാമിനെ കബളിപ്പിക്കുവാൻ എന്നോണം, ഇസ്ലാമിന്റെ സമഗ്രതയെ കബളിപ്പിക്കുവാൻ എന്നോണം അദ്ദേഹം ഒരു ഉപമ നാട്ടുകാർക്കിടയിൽ പ്രചരിപ്പിച്ചു. മീൻ മാർക്കറ്റിൽ പോയിട്ട് ആരെങ്കിലും സ്വർണം വാങ്ങോ? സ്വർണം അന്വേഷിക്കോ? മീൻ മാർക്കറ്റിൽ പോയാൽ മീനല്ലേ കിട്ടുക, സ്വർണം കിട്ടോ? പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ ഒരിക്കലും രാഷ്ട്രവും രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമങ്ങൾ, നിർദ്ദേശങ്ങൾ കിട്ടൂല എന്ന് അദ്ദേഹം സമർത്ഥിച്ചു. ഞാൻ സൂചിപ്പിക്കുന്നത്, പ്രിയമുള്ള സഹോദരങ്ങളെ, മുസ്ലിം സമുദായം മൂന്നാമത്തെ നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി അതായിരുന്നു. അതിന്റെ ഫലം എന്ത് സംഭവിച്ചു? മുസ്ലിം സമുദായത്തിലെ ആളുകളൊക്കെ മനുഷ്യന്മാർ ഉണ്ടാക്കിയ ഇസങ്ങളിലേക്ക് കയറിക്കൂടി അതിന്റെ ആളുകളായി മാറി, അതിന്റെ പ്രചാരകരായി മാറി. ഈ 3 പ്രതിസന്ധി ഘട്ടങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധിയായിരുന്നു താർത്താരികളുടെ ക്രൂരതകൾ എന്ന് പറയുന്നത്. താർത്താരികൾ മംഗോളിയനാണ്, ഒരു പ്രത്യേക ഗോത്രവിഭാഗമാണ്, ഒരു പ്രത്യേക വിഭാഗമാണ് അവർ. അവർ സസ്യബുക്കുകളല്ല, മാംസബുക്കുകളായിരുന്നു. ഈ മംഗോളിയരായ ഈ താർത്താരികൾ മുസ്ലിം സമുദായത്തിന് നേരെ അങ്ങേയറ്റത്തെ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു. ആ താർത്താരികളിൽ അവരുടെ രാജാക്കന്മാരിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഒന്ന് ചെങ്കിസ് ഖാൻ ആയിരുന്നു, മറ്റൊന്ന് കബലായി ഖാൻ ആയിരുന്നു, വേറൊരാൾ ഹലാക്കു ഖാൻ. ഇവരാണ് പ്രസിദ്ധരായ 3 പേർ. ഇവർ മുസ്ലിം സമുദായത്തെ ടാർഗറ്റ് ചെയ്തു. അവരെ നശിപ്പിക്കുവാൻ വേണ്ടി, അവരെ മാർജിനലൈസ് ചെയ്യുവാൻ വേണ്ടി അവരെ പ്രത്യേകം ടാർഗറ്റ്, ഒരുപാട് നിയമങ്ങൾ ഉണ്ടാക്കി. അതിൽ പ്രധാനപ്പെട്ട നിയമം, ഇസ്ലാമിക ലോകത്തെ പ്രധാനപ്പെട്ട ചരിത്ര സംഭവങ്ങളൊക്കെ എഴുതിയ പ്രൊഫസർ ആർണോൾഡ്, അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് ദി സ്പ്രെഡ് ഓഫ് ഇസ്ലാം ഇൻ ദി വേൾഡ്. ഈ ഗ്രന്ഥത്തിൽ അദ്ദേഹം ആ കാലഘട്ടത്തിലെ താർത്താരികൾ മുസ്ലിം സമുദായത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് പുറപ്പെടുവിച്ചൊരു നിയമമുണ്ട്. ആ നിയമം അത് വളരെ അപകടകരമായ ഒരു നിയമമായിരുന്നു. ചെങ്കിസ് ഖാൻ ordered all those who killed animals in the Muhammadan fashion to be put to death, and this ordinance was revived by Kabalai. ചെങ്കിസ് ഖാൻ അന്ന് നമ്മുടെ ഇന്നത്തെ ഇന്ത്യയിലെ സംഘ് പരിവാർ മുസ്ലിം സമുദായത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് വ്യത്യസ്തമായ വകുപ്പുകളും നിയമങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നത് പോലെ ഇവരുടെ മാതൃക, റോൾ മോഡൽ ചെങ്കിസ് ഖാനാണ്. ആ ചെങ്കിസ് ഖാൻ അന്ന് പുറപ്പെടുവിപ്പിച്ച നിയമം കാണുവാൻ സാധിക്കുന്നത്, അദ്ദേഹം ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ചുകൊണ്ട് ആരെങ്കിലും മൃഗങ്ങളെ അറക്കുന്നുവെങ്കിൽ അവനെ അറുക്കണം. ചെങ്കിസ് ഖാന്റെ നിയമമാണ്, അവനെ അറുക്കണം. ആ നിയമം വന്നു. അദ്ദേഹത്തിന്റെ പേരമകൻ കബലായി ഖാൻ ആ നിയമം ഫോളോ ചെയ്തു. അങ്ങനെ ചാരന്മാരെ സൃഷ്ടി ഉണ്ടാക്കിയെടുത്തു. അവർക്ക് വലിയ വലിയ തുകകൾ സമ്മാനം ചെയ്തു.
ഏതെങ്കിലും മുസ്ലിങ്ങൾ തിങ്ങി താമസിക്കുന്ന എവിടെയെങ്കിലും ആടിനെയും പശുവിനെയും മൂരിയെയും പോത്തിനെയും ഒക്കെ അറുക്കുന്ന ആരെങ്കിലും ഉണ്ട് എങ്കിൽ അവരെ പിടികൂടണം, എന്നിട്ട് അവരെ അറുക്കണം. ഈ നിയമം പ്രാബല്യത്തിൽ വന്നു. അതിന്റെ ഫലമായി ഒരുപാട് പ്രയാസങ്ങൾ ആ നാട്ടിലെ മുസ്ലിം സമുദായത്തെ അനുഭവിക്കേണ്ടി വന്നു. ബുഖാറ, സമർക്കന്ത്, ഹമദാൻ, സഞ്ചാൻ, ഹലബ്, ഡമസ്കസ്, നീസാബൂർ എന്നിവിടങ്ങളിലെ പുരുഷന്മാരെ എല്ലാം കൊന്നൊടുക്കിയതാണ് ഈ താർത്താരികൾ. അതേപോലെ തന്നെ മുസ്ലിം സ്ത്രീകളെ വെപ്പാട്ടികളാക്കി മാറ്റി. ബഗ്ദാദിലെ ഖിലാഫത്ത് ആസ്ഥാനം തകർത്തു, പള്ളികൾ തകർത്തു, ലൈബ്രറികൾ തകർത്തു. ലൈബ്രറികൾ തകർത്തതിന്റെ ഫലമായി ഇറാഖിലെ ടൈഗ്രീസ് നദി ഒഴുകിയത് കറുപ്പ് കളറുള്ള വെള്ളത്തോട് കൂടിയായിരുന്നു എന്നാണ്. എല്ലാ ഗ്രന്ഥാലയങ്ങളും തകർത്ത് നശിപ്പിച്ചു കളഞ്ഞു എന്നാണ്. ഇത്രമാത്രം ക്രൂരമായ ഒരു വിഭാഗമായിരുന്നു താത്താരികൾ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അബ്ബാസി ഖലീഫ മുഅ്തസിം ബില്ലാഹിയെ താത്താരികൾ കൊന്ന രീതി ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. അദ്ദേഹത്തെ കൊല്ലുവാൻ വേണ്ടി താത്താരികൾ നിയമം പാസാക്കി. ആ സന്ദർഭത്തിൽ പ്രത്യേകം എടുത്തു പറഞ്ഞു, ഒരു തുള്ളി രക്തം ഭൂമിയിൽ പൊടിയാതെ അദ്ദേഹത്തെ കൊല്ലണമെന്ന നിയമം. അപ്പോ കൊല്ലുന്ന ആൾക്കാർ അതെങ്ങനെ ഇപ്പൊ കൊല്ലുക? അപ്പോ ചെങ്കിസ് ഖാന്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ പറഞ്ഞു കൊടുക്കുകയാണ്, അദ്ദേഹത്തെ കിടത്തുക, എന്നിട്ട് അദ്ദേഹത്തിന്റെ മുകളിൽ ഒരു 4-5 കടക്ക അദ്ദേഹത്തിന്റെ മുകളിലേക്ക് ഇടുക, എന്നിട്ട് കുതിരയെ പായിപ്പിക്കുക ആ കടക്കയുടെ മുകളിലൂടെ. അങ്ങനെ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ അന്നത്തെ ഖലീഫ മുഅ്തസിം ബില്ലാഹ് അദ്ദേഹത്തെ കൊന്നത് ഒരു തുള്ളി രക്തം പൊടിയാതെ അദ്ദേഹത്തെ കൊന്നു എന്ന് കാണുവാൻ സാധിക്കും. എന്തിനാണ് അവർ ആ രീതി സ്വീകരിച്ചത്? അവർ പറയപ്പെടുന്നത് कहा जाता है कि हलाकू खान किसी ने बनाया था कि अगर खलीफा का खून जमीन पर गिर जाए तो जमीन कांब उठती है. ഖലീഫയുടെ ഇസ്ലാമിക മൊത്തം മുസ്ലിം ലോകം ആദരിക്കുന്ന ഖലീഫയാണ്. ആ ഖലീഫയുടെ രക്തം ഭൂമിയിൽ ചിന്തിയാൽ അവരുടെ വിശ്വാസം അതായിരുന്നു, ഭൂമിയിൽ ചിന്തിയാൽ ആ പ്രദേശം കുലുങ്ങും, ഭൂമി കുലുക്കം ഉണ്ടാവുമെന്ന്. അപ്പൊ എല്ലാവരും നശിച്ചു പോകും. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ രക്തം ഒരു തുള്ളി പോലും ചിന്താതെ കൊല്ലണം എന്ന് പറഞ്ഞു. ആ രീതിയിൽ താർത്താരികളുടെ ക്രൂരതകളെ സംബന്ധിച്ച് 1223 അറിയപ്പെട്ട മുസ്ലിം ചരിത്രകാരൻ ഇബ്നുൽ അസീർ അൽ ജസ്രി അദ്ദേഹത്തിന്റെ ഒരു പരാമർശം നമുക്ക് കാണുവാൻ സാധിക്കും. അദ്ദേഹം പറയുകയാണ്, നിസ്സഹായനാണ്, എനിക്ക് അങ്ങേയറ്റ പ്രയാസം ഉണ്ടാക്കുന്നു. എന്റെ ഉമ്മ എനിക്ക് ജന്മം നൽകിയില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു, എനിക്ക് ചരിത്രം എഴുതേണ്ടി വരുമായിരുന്നില്ല. അത്രയും ക്രൂരമായ അക്രമങ്ങൾക്കും മർദ്ദനങ്ങൾക്കും താർത്താരികൾ മുസ്ലിം സമുദായത്തെ വിധേയമാക്കി എന്ന് കാണുവാൻ സാധിക്കും. ഒരാൾക്കും തടുക്കാൻ കഴിയാത്തത്ര നാശപ്രളയമാണ് മംഗോളിയർ താർത്താരികൾ മുസ്ലിം ലോകത്തുണ്ടാക്കിയതെന്ന് കാണുവാൻ സാധിക്കും. എല്ലാവർക്കും നാശം ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഏറ്റവും കൂടുതൽ നാശം മുസ്ലിം സമുദായത്തിനാണ് ഉണ്ടായത്. ഏകദേശം 10 ലക്ഷത്തിലേറെ ആളുകളെ കൊന്നൊടുക്കി. ഇതൊക്കെ മുമ്പ് കഴിഞ്ഞതാണ്. അപ്പൊ ഇസ്രായേലും അമേരിക്കയും എല്ലാവരും കൂടി ചേർന്നിട്ട് എല്ലാവിധ ആയുധ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടും ഗസയിലെ നിവാസികളെ 51,000 പേരെ കൊല്ലാൻ എപ്പോഴും കഴിഞ്ഞിട്ടുള്ളൂ. എന്നാൽ ഈ പറയുന്ന ത്രിമൂർത്തികൾ മുശ്രിക്കുകളും അഹ്ലി കിതാബുകാരും കൂടി ചേർന്നുകൊണ്ട് ഒരു കാലഘട്ടത്തിൽ മുസ്ലിം സമുദായത്തിലെ ആളുകളെ അങ്ങേയറ്റം ലക്ഷക്കണക്കിന് കൊന്നൊടുക്കിയിട്ടുണ്ട്. ഇപ്പൊ ഏറ്റവും കുറച്ചു മുമ്പ് ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഇറാഖിനെ നശിപ്പിച്ച് ശവപ്പറമ്പാക്കി 10 ലക്ഷത്തിലേറെ ആളുകളെ ഇറാഖിൽ കൊന്നൊടുക്കിയത്. ഞാൻ സൂചിപ്പിക്കുന്നത് ഇതേപോലെയായിരുന്നു താർത്താരികൾ. 10 ലക്ഷത്തിലേറെ മുസ്ലിങ്ങളെ അവർ കൊന്നൊടുക്കി. ഇദാ ഖീല ലക ഇന്ന തതാർ ഇൻഹസമു ഫലാ തുസദ്ദിഖ്. താർത്താരികൾ പരാജയപ്പെട്ടു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് വിശ്വസിക്കരുത്. അത്രമാത്രം താർത്താരികൾ ആ ലോകത്ത് വലിയ ശക്തിയുടെ ആളുകളായിരുന്നു. പക്ഷേ 50 വർഷം കഴിഞ്ഞില്ല, അപ്പോഴേക്കും ചരിത്രം ഗതിമാറി ഒഴുകി. മംഗോളിയരായ രാജാക്കന്മാർ, ഈ താർത്താരികളുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാവരും ഇസ്ലാം സ്വീകരിച്ചു. അവർ മാത്രമല്ല ഇസ്ലാം സ്വീകരിച്ചത്, അവരുടെ പ്രജകളും ഇസ്ലാം സ്വീകരിച്ചു. ഇവരാണ് പിന്നീട്, ഈ താർത്താരികളാണ് ലോകത്ത് വിപ്ലവങ്ങൾ ഉണ്ടാക്കിയതെന്ന് കാണുവാൻ സാധിക്കും. ഒരു പണ്ഡിതൻ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പരാമർശിക്കുന്നത് യഹി വോ മംഗോൾത്തെ ജിനോനെ തുർക്കിസ്ഥാൻ കോ മുസൽമാൻ ബനായ.
ഈ മംഗോളിയരാണ്, താർത്താരികളാണ് തുർക്കിസ്ഥാനെ മുസ്ലിം നാടാക്കി മാറ്റിയത്. പിന്നീട് यही वो मंगोल थे जिन्होंने ताजिकिस्तान और कजाकिस्तान को मुसलमान बनाया. ഈ താർത്താരികളാണ് പിന്നീട് താജിക്കിസ്ഥാൻ, കസാക്കിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രങ്ങളെ മുസ്ലിം നാടുകളാക്കി മാറ്റിയത്. ഉനൈം താത്താരിയോനെ കുർഗിസ്ഥാൻ കോ മുസൽമാൻ ബനായ. ഈ താർത്താരികളാണ് പിന്നീട് കുർഗിസ്ഥാനെ മുസ്ലിം രാഷ്ട്രമാക്കി മാറ്റിയത്. ഉനി താത്താരിയോനെ തുർക്കിക്ക് ബഡേ ഹിസ്സേ കോ ഇസ്ലാം മേ ദാഖിൽ കിയ. ഈ താർത്താരികളാണ് തുർക്കിയിലെ പ്രധാനപ്പെട്ട ഒരു നല്ലൊരു ഭാഗം സ്ഥലം, ആ സ്ഥലത്ത് ഇസ്ലാമിനെ പ്രവേശിപ്പിച്ചത് എന്ന് ചരിത്രം നമുക്ക് പരിചയപ്പെടുത്തിയിരുന്നു. എന്താണ് താർത്താരികൾ, ഇങ്ങനെ ഒരു മാറ്റം താർത്താരികൾക്ക് ഉണ്ടാവാനുള്ള കാരണം എന്തായിരുന്നു? എവിടെ കണ്ടാലും മുസ്ലിങ്ങളെ കൊന്നൊടുക്കിയ, ഏകദേശം 10 ലക്ഷത്തോളം മുസ്ലിം സമുദായത്തിലെ ആളുകളെ കൊന്നൊടുക്കിയ താർത്താരികൾ പിന്നീട് ലോകത്ത് വലിയ ജൈത്രയാത്ര ഇസ്ലാമിൽ ഉണ്ടാക്കി കൊടുത്തു. എങ്ങനെയാണ് താർത്താരികൾ ഇസ്ലാമിലേക്ക് മാറിയത്? അതിന് പ്രചോദനമായത് എന്തായിരുന്നു? ഇത് നമ്മളൊക്കെ ചരിത്രം പഠിക്കണം. ഈ ചരിത്രം ഞാനും നിങ്ങളുമൊക്കെ പഠിക്കേണ്ടതുണ്ട്. താർത്താരികൾ മുസ്ലിങ്ങളായ സംഭവം ലോകത്ത് ഏറ്റവും അത്ഭുതകരമായ സംഭവമായിരുന്നു. ചരിത്രകാരന്മാർ പറയുന്നു. അറിയപ്പെട്ട ചരിത്രകാരൻ ഫിലിപ്പ് കെ ഹിറ്റി തന്റെ ഗ്രന്ഥമായ ഹിസ്റ്ററി ഓഫ് ദി അറബ്സ്, ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നു, ദി റിലീജിയൻ ഓഫ് ദി മുസ്ലിംസ് ഹാഡ് കോൺകോർഡ് വേർ their ആർംസ് ഹാഡ് ഫെയിൽഡ്. മുസ്ലിമീങ്ങളുടെ ആയുധങ്ങൾ പരാജയപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം അവരുടെ മതം വിജയം നേടിയിരുന്ന, ആയുധം പരാജയപ്പെട്ടിടത്ത് മതം വിജയിക്കുക, ഇസ്ലാം വിജയിക്കുക, ഒരു ചരിത്രകാരൻ പറയുകയാണ്. അതേപോലെ തന്നെയാണ് വിജയികളുടെ വഴി പരാജിതർ പിന്തുടരുക. ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ വിജയികൾ പരാജിതരുടെ വഴി പിന്തുടരുക? നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ഈ രാഷ്ട്രത്തെ അധിനിവേശം നടത്തി ബ്രിട്ടീഷുകാർ അധിനിവേശം നടത്തിയപ്പോൾ ആ ബ്രിട്ടീഷുകാരുടെ സ്വഭാവ സംസ്കാരങ്ങളാണ് പിൽക്കാലത്ത് ഈ നാട്ടിലെ ആളുകൾ പലപ്പോഴും സ്വീകരിച്ചത്, പല മേഖലകളിലും സ്വീകരിച്ചത്. എന്നാൽ താർത്താരികൾ അവർ മുസ്ലിം സമുദായത്തെ നശിപ്പിച്ചപ്പോൾ, അവർ താമസിക്കുന്ന നാടുകളെല്ലാം കീഴടക്കിയപ്പോൾ ഒരിക്കലും ഈ താർത്താരികളുടെ ദർശനമല്ല ആ നാട്ടിലെ ജനങ്ങൾ സ്വീകരിച്ചത്, മുസ്ലിങ്ങൾ സ്വീകരിച്ചത്. മറിച്ച് താർത്താരികൾ കീഴടക്കപ്പെട്ട മുസ്ലിം സമുദായത്തിന്റെ ദർശനമാണ്, സ്വഭാവമാണ് സ്വീകരിച്ചത് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. വലിയ വലിയ ചരിത്രകാരന്മാർ ആ രീതിയിൽ രേഖപ്പെടുത്തി കാണുവാൻ സാധിക്കും. അല്ലാമ ഇഖ്ബാൽ താർത്താരികളുടെ ഈ മനം മാറ്റത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കവിതാ ശകലത്തിൽ വളരെ കൃത്യമായി അത്ഭുതകരമായ രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തിയത് കാണുവാൻ സാധിക്കും. ഹേ ഇയാൻ ഫിത്ന താത്താർ കെ അഫ്സാനെ സെ പാസ്ബാം മിൽ ഗയേ കഅബ കോ സനം ഖാനെ സെ. വല്ലാത്തൊരു ഡയലോഗാണ് അദ്ദേഹം പറഞ്ഞത്. കഅബയ്ക്ക് മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾ, വിഗ്രഹാരാധകരായ ആളുകൾ, അവർ പിന്നീട് കഅബയുടെ കാവൽക്കാരായി മാറി. ചരിത്രം സാക്ഷിയ. വിഗ്രഹാരാധന ആളുകൾ മക്കയിൽ പിന്നീട് കഅബയുടെ കാവൽക്കാരായി മാറി. ഇതുപോലെ താർത്താരികൾ പിന്നീട് ഇസ്ലാമിന്റെ കാവൽക്കാരായി മാറിയെന്ന് ചരിത്രം നമുക്ക് പരിചയപ്പെടുത്തി. താർത്താരികൾ ചെയ്തു കൂട്ടിയ ക്രൂരതകളെ കോപ്പിയടിക്കുന്ന ഇന്ത്യയിലെ ഫാഷിസ്റ്റുകൾ ഒരു കാര്യം തിരിച്ചറിയേണ്ടതുണ്ട്. താർത്താരികൾക്ക് 2 ഘട്ടമുണ്ട്. ഒന്ന്, നേരത്തെ സൂചിപ്പിച്ച അവരുടെ ക്രൂരതയാണ് ഒന്നാമത്തെ ഘട്ടം. അതേ താർത്താരികൾക്ക് രണ്ടാമത്തെ ഒരു ഘട്ടവും കൂടിയുണ്ട്. ആ രണ്ടാമത്തെ ഘട്ടം അവർ മനസ്സ് മാറി ഇസ്ലാമിലേക്ക് അടുക്കുകയാണ് ചെയ്യുന്നത്, ഇസ്ലാം പുലുകുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് താർത്താരികളുടെ മനം മാറ്റത്തിന് കാരണം എന്താണ്? ഇതാണ് നമ്മുടെ ചിന്താ വിഷയം. എന്തുകൊണ്ടാണ് താർത്താരികൾ കൂട്ടത്തോടെ ഇസ്ലാമിലേക്ക് വന്ന് ഇസ്ലാമിന്റെ കാവൽക്കാരായി മാറിയത്? അതിന് കാരണം എന്താണ്? ആ കാരണം പരിശോധിക്കുമ്പോഴാണ് ഇസ്ലാമിക പ്രബോധനത്തിന്റെയും പ്രബോധകന്റെയും പ്രാധാന്യം നമുക്ക് അവിടെ വ്യക്തമാവുക. ആ കാലഘട്ടത്തിലെ താർത്താരികൾ മുസ്ലിം ലോകത്തെ ആക്രമിച്ച ആ സന്ദർഭത്തിൽ ആ കാലഘട്ടത്തിലെ വളരെ പ്രധാനപ്പെട്ട പണ്ഡിതനായിരുന്നു ഷെയ്ഖ് ജമാലുദ്ദീൻ ഇറാനി. ആ പണ്ഡിതൻ തന്റെ എന്തോ ആവശ്യത്തിന് വേണ്ടി റോട്ടിലൂടെ നടന്നു പോകുമ്പോൾ താർത്താരികളുടെ നേതാവ്, രാജാവ് ഷഹ്സാദ തുഗ്ലക് തൈമൂർ, അദ്ദേഹം തന്റെ അനുചരന്മാരെയും കൂട്ടി വേട്ടയ്ക്ക് പുറപ്പെടുകയാണ്. വേട്ടയ്ക്ക് പുറപ്പെട്ടപ്പോൾ രാവിലെ തന്നെ ഒരു മുസ്ലിം പണ്ഡിതനെയാണ് കാണുന്നത്.
പ്രത്യേകിച്ച് ഇറാൻ ഭാഗത്തുള്ള ആ മുസ്ലിം പണ്ഡിതന്മാരെയൊക്കെ ശകുനമായിട്ടാണ് താർത്താരികൾ കണ്ടിരുന്നത്. ഈ പണ്ഡിതനെ രാവിലെ തന്നെ ഈ പണ്ഡിതനെ കണ്ടപ്പോൾ ഈ പണ്ഡിതനെ തടഞ്ഞു നിർത്തി. എന്നിട്ട് ഷഹസാദ ദേഷ്യത്തോടു കൂടി പറഞ്ഞു, 2 റിപ്പോർട്ട് ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അതിലൊന്ന്, തന്റെ കൂടെ വേട്ടപ്പട്ടിയുണ്ട്. ഈ രാജാവിന്റെ കൂടെ, താർത്താരിയായ രാജാവിന്റെ കയ്യിൽ കൂടെ വേട്ടപ്പട്ടിയുണ്ട്. ഈ ജമാലുദ്ദീൻ എന്ന് പറയുന്ന ഈ ഷെയ്ഖിനോട് ചോദിച്ചു, യേ ബഹ്തർ ഹൈ യാ യേ കുത്ത ബഹ്തർ യാ തും ബഹ്തർ ഹോ? ഈ വേട്ടപ്പട്ടിയാണോ ഏറ്റവും ഉത്തമം, അതല്ല നിങ്ങളാണോ ഏറ്റവും ഉത്തമം? ഒരു മനുഷ്യനെ അങ്ങേയറ്റം നിസ്സാരനൊക്കെ അപമാനിക്കുകയാണ് ചെയ്യുന്നത്. ഈ ജമാലുദ്ദീൻ എന്ന് പറയുന്ന ഈ ഷെയ്ഖ് അതിന് മറുപടി നൽകിയത് വളരെ ശാന്തമായി സമാധാനത്തോടു കൂടി അദ്ദേഹം മറുപടി നൽകി, അഗർ മൈ ദുനിയാ സെ ഈമാൻ കെ സാത്ത് ചലാ ഗയാ തോ മൈ ബഹ്തറുഹും വർന യേ കുത്ത. ഞാൻ ഈ ദുനിയാവിൽ നിന്ന്, ലോകത്ത് നിന്ന് ഈമാനോട് കൂടിയാണ് മരണപ്പെടുന്നത് എങ്കിൽ, അദ്ദേഹം പറയാണ്, അങ്ങനെയാണെങ്കിൽ ഞാനാണ് ഏറ്റവും ഉത്തമൻ. അല്ല എങ്കിൽ ഈമാൻ ഇല്ലാതെയാണ് ഞാൻ മരണപ്പെടുന്നതെങ്കിൽ ഈ വേട്ടപ്പട്ടിയാണ് ഏറ്റവും ഉത്തമം എന്ന് പറഞ്ഞു. ഇതാണ് ഒരു മറുപടി. രണ്ടാമത്തെ മറുപടി ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും, ഇറാനിയോം സെ ജ്യാദാ യേ കുത്ത അച്ഛാ ഹൈ. ഈ രാജാവ് ഈ പണ്ഡിതനോട് പറഞ്ഞു, ഇറാനികളെക്കാൾ നല്ലത് ഈ പട്ടിയാണ് നല്ലത്, വേട്ടപ്പട്ടിയാണ് നല്ലത് എന്ന് പറഞ്ഞു. അതിന് ശാന്തനായി ആ ഷെയ്ഖ് മറുപടി, ഇസ്ലാമിക പണ്ഡിതൻ മറുപടി നൽകി, അഗർ ഹംകോ സച്ചാ ദീൻ ന മിലാ ഹോത്താ തോ യഖീനൻ ഹം കുത്തേ സെ ബി ജ്യാദാ ബുരേ ഹോത്തെ. തീർച്ചയായും ഞങ്ങൾക്ക് ഈ സച്ചാ ദീൻ, ഈ സത്യസന്ധമായ ഈ ദീൻ കിട്ടിയില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ ഈ പട്ടിയേക്കാൾ ഏറ്റവും മോശപ്പെട്ട ആളുകളായി മാറുമായിരുന്നു. അപ്രതീക്ഷിതമായ ഈ മറുപടി താർത്താരികളുടെ ഈ നേതാവിന് ലഭിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇത് തട്ടി. പട്ടാളക്കാരെ വിളിച്ച്, തന്റെ കൂടെയുള്ള കാവൽക്കാരൊക്കെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഈ ചങ്ങാതിയെ എൻ്റെ ഓഫീസിലേക്ക് വേഗം എത്തിക്കണം. ആയിക്കോട്ടെ, വേഗം ഓഫീസിലേക്ക് എത്തിച്ചു. അങ്ങനെ പട്ടാളക്കാരോടൊക്കെ പോകാൻ വേണ്ടി പറഞ്ഞു. ഓഫീസിൽ തനിച്ചായപ്പോൾ ഈ പണ്ഡിതനോട് ഈ താർത്താരി ഭരണാധികാരി രാജാവ് ചോദിച്ചു, നിങ്ങൾ എന്നോട് മറുപടി പറഞ്ഞല്ലോ ഒരു ദീനിനെ സംബന്ധിച്ച്, സത്യദീനിനെ സംബന്ധിച്ച്. നിങ്ങൾ എന്നോട് മറുപടി പറഞ്ഞല്ലോ ഒരു ഈമാനിനെ സംബന്ധിച്ച്. എന്താണ് ആ ദീൻ, എന്താണ് ആ ഈമാൻ? ദീർഘമായ സംഭാഷണം നടന്നു. ആ സംഭാഷണത്തിനൊടുവിൽ ഈ താർത്താരിയുടെ പ്രധാനപ്പെട്ട നേതാവ് പറയുകയാണ്, ഞാൻ ഈ രാജ്യത്തിന്റെ തലവനാകുമ്പോൾ നിങ്ങൾ എന്റെ അടുത്ത് വരണം. ഇപ്പൊ അദ്ദേഹത്തിന്റെ സ്ഥാന പദവി ചെറുതാണ്, തനിക്ക് മുകളിലുള്ള ആളുണ്ട്, അയാൾക്ക് ശേഷമാണ് എനിക്ക് സ്ഥാനം ലഭിക്കാൻ പോവുക. ആ സ്ഥാനാരോഹണം നടന്നാൽ നിങ്ങൾ എൻ്റെ അടുത്ത് വരണം. ഈ ജമാലുദ്ദീൻ എന്ന് പറയുന്ന പണ്ഡിതനോട് പറയണം. അങ്ങനെ സംസാരമൊക്കെ ക്ലിയറായി പിരിഞ്ഞ് അദ്ദേഹം നാട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്ന് ഈ ജമാലുദ്ദീൻ എന്ന് പറയുന്ന ഷെയ്ഖ് തന്റെ മകൻ റഷീദിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, വസിയത്ത് എഴുതി വെക്കണം. അദ്ദേഹം കുറച്ചു കാലങ്ങൾക്ക് ശേഷം രോഗം ബാധിച്ചു, ആസന്ന മരണനായി കിടക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് വസിയത്ത് എഴുതി വെച്ചത്. ഇന്ന ഒരു രാജാവുണ്ട്, നമ്മുടെ നാട്ടിലെ രാജാവ്. ആ രാജാവ് സ്ഥാനാരോഹണം നടത്തി എന്ന വാർത്ത അറിഞ്ഞാൽ താങ്കൾ ആ രാജാവിന്റെ അടുത്ത് ചെല്ലണം എന്ന് പറഞ്ഞു. ആ അടിസ്ഥാനത്തിൽ പിന്നീട് ആ വസിയത്ത് പ്രകാരം അദ്ദേഹം ആ രാജാവിന്റെ അടുത്തേക്ക് പോവുകയാണ്. പോകുന്ന സന്ദർഭത്തിൽ രാജാവിന്റെ ഓഫീസിന്റെ കോമ്പൗണ്ടിലേക്ക് എത്തി. ഒരു സുബഹ് നമസ്കാര സമയത്താണ്. അങ്ങനെ ഈ റഷീദ് എന്ന് പറയുന്ന ഈ പണ്ഡിതൻ, ഈ ദാഇ, പ്രബോധകൻ, സുബഹ് നമസ്കാരത്തിന്റെ തൊട്ടും ആ ബാങ്കിന്റെ ആ സമയത്ത് ആ കോമ്പൗണ്ടിൽ വെച്ച് ഉച്ചത്തിൽ ബാങ്ക് വിളിച്ചു. ഈ ബാങ്ക് എന്ന് പറയുന്ന സംഗീതമൊക്കെ നമ്മൾ വേറെ പ്രത്യേകം പഠിക്കുക മനസ്സിലാക്കുക ചെയ്യണം. ബാങ്ക് കൊടുക്കുന്ന ആൾക്കാരൊക്കെ വളരെ ഒന്നിനും പറ്റാത്ത സാധാരണക്കാരായ ആളുകളായിട്ടൊന്നും ആരും കാണണ്ട. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅദ്ദിൻമാരൊക്കെ ഏറ്റവും ഉയർത്തി പറഞ്ഞിട്ടുണ്ട് ബാങ്ക് കൊടുക്കുന്ന ആളുകളെ. പലപ്പോഴും ബാങ്കിലൂടെ ലോകത്തെ ആളുകൾ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്, ബാങ്കിന്റെ സ്വരം കേട്ടുകൊണ്ട്. നമ്മുടെയൊക്കെ ഈ പള്ളിയിലൊക്കെ ബാങ്ക് കൊടുക്കുന്ന ആ ബാങ്കൊക്കെ എത്ര ഗംഭീരമായ ബാങ്കാണ്, പല ആളുകളെയും ആകർഷിക്കും. ഖത്തറിൽ വേൾഡ് കപ്പ് നടന്നപ്പോൾ ഒരുപാട് യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ നിന്ന് ആളുകളൊക്കെ ഖത്തറിലേക്ക് വന്നു. അങ്ങനെ വെള്ളിയാഴ്ച ദിവസവും അല്ലാത്ത സന്ദർഭങ്ങളിലൊക്കെ എല്ലാ പള്ളികളിൽ നിന്നും ഗംഭീരമായ ബാങ്ക് വഴി കേൾക്കുമ്പോൾ എന്തൊരു മ്യൂസിക്കാണിത്. പിന്നീട് ഖുർആൻ പാരായണം കേൾക്കുമ്പോൾ വല്ലാത്തൊരു മ്യൂസിക്കാണല്ലോ ഈ ഖുർആൻ പാരായണം.
പിന്നീട് അവർ ഇസ്ലാമിലേക്ക് ആകർഷണമാണ്, ഇസ്ലാമിലേക്ക് വരികയാണ്. ഇതേപോലെ ഈ ഷെയ്ഖ് റഷീദ് എന്ന് പറയുന്ന ഈ പണ്ഡിതൻ രാജാവിന്റെ കോമ്പൗണ്ടിലെത്തി സുബഹി നമസ്കാരത്തിനുള്ള ബാങ്ക് ഉച്ചത്തിൽ വിളിച്ചു. അങ്ങനെ ബാങ്ക് കേട്ടപ്പോൾ ഈ രാജാവ് എന്താ ഒരു പ്രത്യേക ശബ്ദം കേൾക്കുന്നത്, ആരാണത് ഈ സമയത്ത്, അയാളെ പിടിച്ചുകൊണ്ട് കൊണ്ടുപോവാ എന്ന് പറഞ്ഞു. ഇദ്ദേഹത്തെ പിടിച്ചു കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് എത്തിച്ചു. കാര്യങ്ങൾ എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, താങ്കൾ സ്ഥാനാരോഹണം ഏറ്റെടുത്ത വിവരം അറിഞ്ഞാൽ എൻ്റെ ഉപ്പ താങ്കളെ കാണുവാൻ വേണ്ടി എന്നോട് പ്രത്യേകം വസിയത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് ആ സംഭാഷണം, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ സംഭാഷണം അദ്ദേഹം ഓർത്തെടുക്കണം. ഉടനെ തന്നെ ആ രാജാവ് അവിടെ വെച്ച് ഇസ്ലാം സ്വീകരിക്കണം. പിന്നീട് തന്റെ മന്ത്രിമാരോട് പറയുന്നു, ഞാൻ ഈ ദർശനം ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു, നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറുണ്ടോ? എല്ലാവരും ഇസ്ലാം സ്വീകരിച്ചു. പിന്നീട് ആ ഭരണത്തിലെ ഏറ്റവും വലിയ പ്രതിരോധ മന്ത്രി അദ്ദേഹത്തോട് ഇസ്ലാം സ്വീകരിക്കുവാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. ആ പ്രതിരോധ മന്ത്രി പറഞ്ഞു, നിങ്ങളൊക്കെ ഇസ്ലാം സ്വീകരിച്ചത് ഇസ്ലാമിന്റെ നന്മയും മേന്മയും ഒക്കെ മനസ്സിലാക്കിയിട്ടാണ്. എനിക്ക് ആ ജാതി ബുദ്ധിയൊന്നുമില്ല, എനിക്ക് നല്ല മൽപ്പിടുത്തം നടത്താൻ അറിയുള്ളൂ, എന്റെ കായബലമാണ് എന്റേത്. അതുകൊണ്ട് ഈ പറയുന്ന പണ്ഡിതൻ, റഷീദ് എന്ന് പറയുന്ന പണ്ഡിതൻ എന്നോട് മൽപ്പിടുത്തം നടത്തി അദ്ദേഹം മൽപ്പിടുത്തത്തിൽ ജയിക്കുകയാണെങ്കിൽ ഞാനും ഇസ്ലാം സ്വീകരിക്കാമെന്ന് പറഞ്ഞു. ചർച്ചയായി, ആ നാട് മൊത്തം ചർച്ചയായി. അങ്ങനെ രണ്ട് കയ്യിൽ വാളും തൂക്കിയിട്ട് ഈ അവിടുത്തെ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥൻ അദ്ദേഹം തുറന്ന മൈതാനത്തേക്ക് വരികയാണ്. ആളുകൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ചരിത്രത്തിൽ കാണുവാൻ സാധിക്കുന്നത് 1.5 ലക്ഷത്തോളം ആളുകൾ അവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നതാണ്. ആ സന്ദർഭത്തിൽ ഈ പണ്ഡിതൻ തലേ ദിവസം രാത്രി ഇരുന്നു കൊണ്ട് പടച്ചവനോട് പ്രാർത്ഥിക്കുകയാണ്, പടച്ചവനെ, വല്ലാത്തൊരു സന്ദർഭമാണ് എന്റെ മുമ്പിൽ വരാൻ പോകുന്നത്, നീ എന്നെ സഹായിക്കണം, രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പണ്ഡിതൻ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ മൈതാനത്തേക്ക് ചെല്ലുന്നു. ആ സന്ദർഭത്തിൽ മൈതാനത്തിലേക്ക് എത്തിയ ഉടനെ ഷെയ്ഖ് റഷീദ് തന്റെ ഇടത്തെ കൈ കൊണ്ട് പട്ടാള മേധാവിയുടെ വലത്തെ കൈയിലെ വാൾ വാങ്ങുമ്പോൾ ഈ ഷെയ്ഖ് തന്റെ വലത്തെ കൈ കൊണ്ട് ഈ പട്ടാളക്കാരന്റെ നെഞ്ചത്തേക്ക് ഒരൊറ്റ ഇടി കിച്ചു. അപാരമായ ഇടിയാണ്. ആ ഇടിയിൽ ആ പട്ടാളക്കാരൻ ബോധരഹിതനായി. എന്നിട്ട് പിന്നീട് ബോധം തെളിഞ്ഞു വന്നപ്പോൾ അദ്ദേഹം ഒരു കമന്റ് പറഞ്ഞു, മുझे एक ही मुक्का से ഇസ്ലാം സമജ് ഗയാ. ആ മുഷ്ടി ചുരുട്ടിയ ഒരൊറ്റ ഇടിയിൽ തന്നെ ഇസ്ലാം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ബോധം വന്നപ്പോൾ അയാൾ പറയാ, ഇസ്ലാമിലെ പണ്ഡിതന്മാർ, ഇസ്ലാമിലെ പ്രബോധകന്മാർ, മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാർ എല്ലാവരും അവനവന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കണമെന്നാണ്. കേരളത്തിലുള്ള ഇസ്ലാമിക പണ്ഡിതന്മാരുടെ അവസ്ഥ എന്താ? എന്റെ പോലുള്ള ആളുകൾക്കൊക്കെ ഇതൊരു വയറാ. ഒരുവിധം ആലിമ്യങ്ങൾക്കൊക്കെ വയറാണ്. നമ്മുടെ നാട്ടിലൊക്കെ ആളുകളുടെ അവസ്ഥ അതാണ്, തിന്ന് നടക്കാണ്. എവിടെയാണോ പുതിയ പുതിയ അറേബ്യൻ ഫുഡുകൾ വരുന്നത് അങ്ങോട്ടേക്ക് മുസ്ലിം ചെറുപ്പം ഓടുകയാണ്, എന്നിട്ട് വയറും തൂക്കി നടക്കുകയാണ്. ഇവിടെയാണ് മുസ്ലിം സമുദായത്തിലെ എല്ലാവരോട് പറയാനുള്ളത്, ഈ റഷീദ് എന്ന് പറയുന്ന ഷെയ്ഖ് അദ്ദേഹം തന്റെ ആ കാലഘട്ടത്തിലെ വലിയ ഒരു പട്ടാള മേധാവിയെ ഒരൊറ്റ ഇടി കൊണ്ടാ തകർത്ത് കളഞ്ഞത്. ഇതിൽ ചരിത്രം പറയാണ്, ആ മൈതാനത്ത് 1.5 ലക്ഷം ആളുകൾ ഒരുമിച്ച് കൂടി. ആ 1.5 ലക്ഷം ആളുകളും ഇസ്ലാം സ്വീകരിച്ചു എന്നാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഒരൊറ്റ സമയത്ത് ഇസ്ലാം സ്വീകരണം നടന്നത് ആ സംഭവത്തിലാണെന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഞാൻ സൂചിപ്പിക്കുന്നത് ഇസ്ലാമിക പ്രബോധനത്തിലൂടെയാണ് താർത്താരികൾ മാറിയത്. ഇസ്ലാമിക പ്രബോധന പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് താർത്താരികൾക്ക് മാനസികമായ മാറ്റം ഉണ്ടായത്. ഞാനും നിങ്ങളും ഒക്കെ മനസ്സിലാക്കാം, നമ്മുടെ നാട് വളരെ ഗുരുതരമായ അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഓരോ പ്രക്ഷുബ്ധമായ അന്തരീക്ഷങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ കശ്മീരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതിനു മുമ്പ് വഖഫുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, വഖഫുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ പൊലിച്ചുപോയി. ഇതൊക്കെ ആരാണ് ഉണ്ടാക്കുന്നത്? ആരാണ് ഇത്തരം പ്രതിസന്ധികളൊക്കെ ഉണ്ടാക്കുന്നത് എന്ന് ചരിത്രം, ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. ഞാൻ സൂചിപ്പിക്കുന്നത് ഇസ്ലാമിക മുസ്ലിം സമുദായത്തിലെ എല്ലാവരും താൻ പ്രതിനിധാനം ചെയ്യുന്ന ദീനിനെ നിങ്ങൾ നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കും. സംഘപരിവാറിന് എത്തിച്ചു കൊടുക്കും, കാസക്കാർക്ക് എത്തിച്ചു കൊടുക്കും, നിരീശ്വരവാദികൾക്ക് എത്തിച്ചു കൊടുക്കും, എല്ലാവരുമായിട്ടും സംസാരിക്കും. അതിന്റെ റിസൾട്ട് ഉണ്ടാവും.
ലോകത്ത് 10 ലക്ഷം മുസ്ലിങ്ങളെ കൊന്നൊടുക്കിയ താർത്താരികൾക്ക് മനമാറ്റമുണ്ടായി. അവർ പിന്നീട് ഇസ്ലാമിന്റെ സംരക്ഷകരായി മാറിയിട്ടുണ്ട് എങ്കിൽ ഇന്ത്യയിലെ ഫാഷിസ്റ്റുകളും അവരും ഒരു കാലഘട്ടം കഴിഞ്ഞാൽ മാറ്റങ്ങൾ ഉണ്ടാവും. പക്ഷെ മാറ്റം വരണമെങ്കിൽ നമുക്ക് മാറ്റം ഉണ്ടാവും. ഈ സന്ദേശം നാം എത്തിച്ചു കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രബോധന ദൗത്യം യഥാവിധി നിർവഹിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. യാ അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുക. 2-3 കാര്യങ്ങൾ പ്രത്യേകം ഉണർത്തുവാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. അതിലൊന്ന്, അത്തിപ്പറ്റയിലെ ഒരു സഹോദരൻ ഹൃദയ സംബന്ധമായ അസുഖം മൂലം പാലക്കാട് ഹോസ്പിറ്റലിലാണ് ആയിരുന്നു. അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരന്റെ പ്രയാസങ്ങൾ നീക്കി ശിഫ നൽകി എത്രയും പെട്ടെന്ന് നമ്മിലേക്ക് എത്തുവാൻ അള്ളാഹു എല്ലാ തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതേപോലെ തന്നെയാണ് മെയിൻ റോഡിൽ വെച്ച് 2 ദിവസം മുമ്പ് ഒരു സഹോദരൻ ബൈക്കിടിച്ച് വളരെ അത്യാസന്ന നിലയിലാണുള്ളത്. വളരെ പ്രയാസകരം. വന്നപ്പോൾ തന്നെ കേട്ട ആദ്യത്തെ വാർത്ത അതായിരുന്നു. സങ്കടകരമാണ്. നമ്മുടെയൊക്കെ അവസ്ഥ അത്ര നിസ്സാരമാണ്. ലോകത്ത് ഏറ്റവും വലിയ നിസ്സഹായനായ ജീവി ആരെന്ന് ചോദിച്ച മനുഷ്യനാണ്. ഒന്നും അറിയില്ല. എൻ്റെ നാട്ടിലൊരു മഹലിന് വേണ്ടി എല്ലാം ഓടിച്ചാടി പണിയെടുക്കുന്ന ഒരു ഇബ്രാഹിം സാഹിബ്, ആ ഇബ്രാഹിം മാഷ്, അദ്ദേഹം പുലാപ്പറ്റയിൽ വന്ന് താമസമാക്കിയ ആളാണ്. മഹലിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും മദ്രസയുടെ സദർ മുഅല്ലിം ഒക്കെ ആയിരുന്നു. പെരുന്നാളിന്റെ പിറ്റേ ദിവസം എന്തോ ഒന്ന് നനക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉയരത്തിൽ കയറി ബാക്കോട്ട് മറിഞ്ഞു. എല്ലാം തളർന്ന് ഇപ്പോഴും ഐസിയുലാണ്. 10-20 ദിവസം കഴിഞ്ഞു. നിസ്സഹായനാണ് മനുഷ്യൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതേപോലെ തന്നെയാണ് നമ്മുടെ ചെയർമാന്റെ കുടുംബ ബന്ധു മസ്കറ്റിൽ വെച്ച് മരണപ്പെട്ടിരിക്കുന്നു. ഉസ്മാൻ സാഹിബിന്റെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല ദൂരീകരിച്ച് തരുമാറാവട്ടെ. ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗങ്ങളിൽ നിന്ന്, മാരകമായ രോഗങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും രക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. اللهم يا حي يا قيوم انصر المسلمين في غزة يا الله واشف مرضاهم وجرحاهم يا الله وأطعمهم طعاما لذيذا وأشربهم ماء طهورا يا الله. اللهم حرر المسجد الأقصى من أيدي اليهود الفاشيين. اللهم دمر اليهود الفاشيين الصهيونيين يا الله. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.